Hello, good morning all. Today we are going to discuss about the tools and techniques of management accounting, and this session will be equally useful for S5 bcom and S5 BBA students, 5th semester bcom and BBA students. And in the last classes which we conducted through Moodle, we were discussing about the introductory chapter of management accounting and the tools and techniques related to management accounting. A PPT I have already shared in the Moodle. Moodle ഞാൻ ടൂൾസ് ആൻഡ് ടെക്നിക്സിനെ കുറിച്ചൊരു PPT ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ആ PPTയുടെ ഓഡിയോ പോർഷനാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. And I also shared a link related to the different tools and techniques of management accounting. Now this is again a theory portion, but it is also very important as far as management accounting is concerned. Now let's see what are the techniques which are used in management accounting. In this picture you can see different tools used in management accounting. That is, in the top you can see ratios, then there is statistics, operation research, mathematics, marginal costing, comparative statement, common size statement, trend percentage, fund flow statement, cash flow, budgetary control, financial accounts, cost accounting, and variance analysis. All these are the tools which are used in management accounting. Management accountingൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇസ് എ വൈഡർ കോൺസെപ്റ്റ് വെൻ കമ്പയർഡ് ടു ദ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഇസ്ൻ്റ് ഇറ്റ്? അപ്പോൾ ഇതൊരു വൈഡർ കോൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ഇൻ്റർ ഡിസിപ്ലിനറി നേച്ചർ ഉണ്ട്. വെൻ കമ്പയർഡ് ടു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ദിസ് ഇസ് മോർ വൈഡർ, ആൻഡ് ദിസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് considers or takes into account different branches of economics and statistics for reaching at a conclusion. പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അങ്ങനെയല്ല, അതിൻ്റെ സ്കോപ്പ് കുറവാണ്. അത് അത്ര ഇൻ്റർ ഡിസിപ്ലിനറി നേച്ചറൊന്നുമില്ല. കാരണം അതിൽ കാര്യമായിട്ട് അക്കൗണ്ടിങ് റൂൾസും പ്രിൻസിപ്പിൾസും മാത്രമാണ് വരുന്നത്, ഇസ്ൻ്റ് ഇറ്റ്? പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് അങ്ങനെയല്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫൈനൽ അക്കൗണ്ട്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അനലൈസ് ചെയ്യാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കുന്ന എല്ലാ ചാപ്റ്ററിലും നിങ്ങൾക്ക് കാണാം ദി ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫൈനൽ അക്കൗണ്ട്സ് ആയിരിക്കും. ഫൈനൽ അക്കൗണ്ട്സ് പറഞ്ഞാൽ ഏതൊക്കെ? പ്രധാനമായിട്ട് P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും, റൈറ്റ്? P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആണ് നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സ്. പബ്ലിഷ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൂടി വരും. അപ്പോൾ ഈ P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ബേസായി തന്നുകൊണ്ട് നമ്മൾ നടത്തുന്ന അനാലിസിസുകളും ഇൻറ്റർപ്രിട്ടേഷനുമാണ് ഏതിൽ വരിക? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ വരിക. അപ്പം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഈ പറഞ്ഞ എല്ലാ ടൂൾസും, ഇപ്പോൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും ബഡ്ജറ്ററി കൺട്രോൾ ആണെങ്കിലും ഒക്കെ ദി വെരി ബേസ് ഈസ് ദി ഫൈനൽ അക്കൗണ്ട്സ്, ദറ്റ് ഈസ് P&L അക്കൗണ്ട് ആൻഡ് ദി ബാലൻസ് ഷീറ്റ്, റൈറ്റ്? നൗ ലെറ്റ്സ് സീ വാട്ട് ഈസ് the first area which you have to look into is the financial statement analysis tools. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൾറെഡി ഉണ്ട്. അത് അനലൈസ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാവുന്ന ടൂൾസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ദീസ് ആർ ഓൾസോ സം ഓഫ് ദി ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇത് തന്നെ നമുക്ക് ഇനി അടുത്ത് വരുന്ന ചാപ്റ്ററുകളിൽ ഓരോ ചാപ്റ്ററായിട്ട് പഠിക്കാനുമുണ്ട്, റൈറ്റ്? ലെറ്റ്സ് സീ വാട്ട് ഈസ് ഈ ഫൈനൽ അക്കൗണ്ട്സ് കമ്പനിയിൽ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി ഫോർ അസ് ടു ഗോ ഫോർ ദി അനാലിസിസ്. നൗ സി, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാന ടൂൾസാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ഇസ് ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ്, P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. ഓഫ് കോഴ്സ് ആസ് ഐ ടോൾഡ് ഏർലിയർ, നമുക്കിത് അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ഇത് വേണം? P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉണ്ടായിരിക്കണം, റൈറ്റ്? ഇനി അതിലെ പ്രധാന ടൂൾസാണ്. ഫസ്റ്റ് വൺ ഇസ് റേഷ്യോ അനാലിസിസ്. ദ വെരി കോമൺ ആൻഡ് ദ മോസ്റ്റ്ലി യൂസ്ഡ് ടൂൾ ഇസ് ratio analysis. That is, you will be having financial accounts or the financial data,
ആൻഡ് യു വിൽ ബി ഫൈൻഡിങ് ഔട്ട് ഡിഫറെൻറ്റ് റേഷ്യോസ്. റേഷ്യോസിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ദർ വിൽ ബി എ ന്യൂമറേറ്റർ ആൻഡ് ദർ വിൽ ബി എ ഡിനോമിനേറ്റർ ആൻഡ് ഒരു ബേസ് എന്ന് പറയുന്നതായിരിക്കും ഡിനോമിനേറ്റർ. ആൻഡ് ന്യൂമറേറ്ററിന് എന്താണ് ചേഞ്ച് വരണേ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ റേഷ്യോ ഡിറ്റർമിൻ ചെയ്യുക. അപ്പോൾ രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള ഇൻറ്റർ റിലേഷൻഷിപ്പാണ് ഏതിൽ പറയുക, റേഷ്യോസിൽ പറയാം. ആൻഡ് ഇൻ ദ കമ്മിങ് ചാപ്റ്റേഴ്സ് വൺ എൻറ്റയർ ചാപ്റ്റർ റിലേറ്റ്സ് ടു റേഷ്യോ അനാലിസിസ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റേഷ്യോ അനാലിസിസിനെ കുറിച്ച് ഇനി വരുന്ന മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ചാപ്റ്ററിൽ തന്നെ പഠിക്കും. അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്, റൈറ്റ്? അപ്പോൾ ഏതൊക്കെ റേഷ്യോസാണ് പ്രധാനമായിട്ട്? ലിക്വിഡിറ്റി റേഷ്യോസ്, സോൾവൻസി റേഷ്യോസ്, ക്യാപിറ്റൽ അക്കൗണ്ട് റേഷ്യോസ്, ഇങ്ങനെ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡിഫറെൻറ്റ് റേഷ്യോസ്, റൈറ്റ്? അപ്പോൾ ദിസ് ഈസ് വൺ ഓഫ് ദ ടെക്നിക് വിച്ച് ഇസ് യൂസ്ഡ് ബൈ മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ഓർ യൂസ്ഡ് ഇൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഏത്? റേഷ്യോ അനാലിസിസ്. ക്ലിയർ? നൗ ദ നെക്സ്റ്റ് അനാലിസിസ് ഇസ് ട്രെൻഡ് അനാലിസിസ്. ആ ടേം ഇറ്റ് ഈസ് എ വെരി ഫെമിലിയർ ടേം ഫോർ യു. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടായിരിക്കും? ദർ വിൽ ബി മോർ ദാൻ 2 years ഡാറ്റ, റൈറ്റ്? 2 വർഷത്തെ കൂടുതൽ ഡാറ്റ ഉണ്ടെങ്കിൽ, അതായത് ഏറ്റവും മിനിമം നമുക്ക് എന്ത് വേണം? 3 വർഷത്തെ ഡാറ്റയെങ്കിലും വേണം. അതായത് 2ൽ കൂടുതൽ 3 വർഷത്തെ ഡാറ്റയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ട്രെൻഡ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇറ്റ് ടെൽസ് യു അബൌട്ട് ദ വാട്ട് ഈസ് ദ പെക്യുലിയർ നേച്ചർ ഓഫ് എ ഓർ പെക്യുലിയർ മൂവ്മെൻറ്റ് ഓഫ് എ ഡാറ്റ. ഒരു ഡാറ്റയുടെ ഒരു പെക്യുലിയർ മൂവ്മെൻറ്റ് കണ്ടുപിടിക്കുന്നതാണ് ട്രെൻഡ്. അപ്പോൾ സെയിൽസിൻ്റെ ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ കൊല്ലം നിങ്ങൾക്ക് 10,000 യൂണിറ്റ്സ് സെയിലുണ്ടായി. സെക്കൻഡ് വർഷം നോക്കുമ്പോൾ 9,000 ആയി. തേർഡ് വർഷം നോക്കുമ്പോൾ 8,000 ആയി. അപ്പോൾ വാട്ട് ഈസ് ദ ട്രെൻഡ്? 3 വർഷം കൊണ്ട് ഇറ്റ് ഈസ് ഹാവിങ് എ ഡിക്രീസിങ് ട്രെൻഡ്. നൗ അനദർ കമ്പനി, യു ആർ ചെക്കിംഗ് ദ പ്രോഫിറ്റ് ട്രെൻഡ്. ആ കമ്പനിയുടെ പ്രോഫിറ്റിന് എന്താ സംഭവിക്കണം എന്നുള്ള ട്രെൻഡ് അനാലിസിസ് ആണ് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് വർഷം നോക്കിയപ്പോൾ 5,000 റുപ്പീസാണ് പ്രോഫിറ്റ്. സെക്കൻഡ് വർഷം നോക്കിയപ്പോൾ ഇറ്റ് ഇസ് 10,000 റുപ്പീസ് പ്രോഫിറ്റ്. തേർഡ് വർഷം നോക്കുമ്പോൾ ഇറ്റ് ഇസ് 20,000 റുപ്പീസ് പ്രോഫിറ്റ്. അപ്പോൾ യു ആർ ഡ്രോയിങ് എ ട്രെൻഡ് പാറ്റേൺ. ഒരു ഗ്രാഫ് ലൈനൊക്കെ ട്രെൻഡൊക്കെ വരയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഓരോ വർഷം ഇരട്ടി. ആദ്യത്തെ വർഷം 5,000, പിന്നെ 10,000, പിന്നെ 20,000. സോ ഓരോ വർഷം എന്താ സംഭവിക്കണേ? ഇരട്ടി പ്രോഫിറ്റ് വരികയാണ്, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ ആ ട്രെൻഡ് ലൈനിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? ആദ്യത്തെ വർഷത്തിൻ്റെ ഇരട്ടിയാണ് അടുത്ത വർഷം, പിന്നത്തേൻ്റെ ഇരട്ടിയാണെന്നുള്ളത് ആ ട്രെൻഡ് ലൈനിൽ നിന്ന് തന്നെ ഇറ്റ് ഈസ് വെരി ക്ലിയർ, റൈറ്റ്? സോ ദാറ്റ് ഈസ് ദ കേസ് ഓഫ് ട്രെൻഡ് അനാലിസിസ്. സോ ഇൻ ട്രെൻഡ് അനാലിസിസ് യു വിൽ ബി കമ്പയറിംഗ് ദി ട്രെൻഡ് ഓഫ് റേഷ്യോസ് taking into data of more than 2 years, right? Now അതിൽ വരുന്ന വേറെ 2 അനാലിസിസ് ആണ് കോമൺ സൈസ് അനാലിസിസ് ആൻഡ് കമ്പാരിറ്റീവ് അനാലിസിസ്, വിച്ച് ഇസ് ഓൾസോ വി ഹാവ് ടു ലേൺ ഇൻ ഡീറ്റെയിൽ ഇൻ ദ കമ്മിങ് ചാപ്റ്റർ. ഇനി വരുന്ന ചാപ്റ്ററിൽ അത് ഡീറ്റെയിൽ ആയി പഠിക്കാണ്ട് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വളരെ ചുരുക്കി ഞാൻ പറഞ്ഞുതരാം. കോമൺ സൈസ് അനാലിസിസ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിലെയോ P&L അക്കൗണ്ടിലെയോ ഒരു ഡാറ്റ എടുത്തിട്ട് തമ്മിൽ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് കോമൺ സൈസ് അനാലിസിസ് എന്ന് പറയുക. അതായത് ഇഫ് യു ആർ ടേക്കിംഗ് എ ബാലൻസ് ഷീറ്റിൽ ഇപ്പോൾ ടോട്ടൽ അസറ്റ്സ്, റൈറ്റ്? അപ്പോൾ വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ടു ടോട്ടൽ അസറ്റ്സ്? അതായത് ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുന്നത് 10 lakh ആണ്, റൈറ്റ്? ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയുന്നത് 5 lakh ആണ്. അപ്പോൾ വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ടു ടോട്ടൽ അസറ്റ്സ്? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ടോട്ടൽ അസറ്റ്സിൻ്റെ 50% ഉള്ളൂ ഏത്? ഫിക്സഡ് അസറ്റ്സ് എന്ന് പറയാം. പകുതിയാണ് ഫിക്സഡ് അസറ്റ്സ്, ഇസ്ന്റ് ഇറ്റ്? അങ്ങനെ റേഷ്യോ, അതായത് ഒരേ ഇയറിലെ ബാലൻസ് ഷീറ്റ് എടുക്കുക, ആ ഒരൊറ്റ ബാലൻസ് ഷീറ്റിൻ്റെ ഉള്ളിൽ വരുന്ന ഏതെങ്കിലും 2 ഫിഗേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് ഈസ് നോൺ ആസ് കോമൺ സൈസ് അനാലിസിസ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇറ്റ് ഈസ് എ സെയിം അനാലിസിസ് ആൻഡ് സെയിം ഇയർ ആൻഡ് വെർട്ടിക്കൽ അനാലിസിസ്. ഒരു വർഷത്തെ ഡാറ്റയാണ് നമ്മൾ എടുക്കണേ. ഒരു വർഷത്തെ ബാലൻസ് ഷീറ്റ് എടുത്തു, ആ വർഷത്തെ ടോട്ടൽ അസറ്റ്സ് നോക്കി, ആ വർഷത്തെ ഫിക്സഡ് അസറ്റ്സ് നോക്കി, രണ്ടും തമ്മിൽ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് വെർട്ടിക്കൽ അനാലിസിസ്. നൗ കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ടേം പറയുന്നത് പോലെ 2 വർഷത്തെ ഡാറ്റ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ വർഷം എത്രയാണോ ഫിക്സഡ് അസറ്റ്സ്, യു ആർ കമ്പയറിങ് ദ കറണ്ട് ഇയർ ഫിക്സഡ് അസറ്റ്സ് വിത്ത് ദാറ്റ് ഓഫ് ദി നെക്സ്റ്റ് ഇയർ ഫിക്സഡ് അസറ്റ്സ്. ഈ വർഷത്തെ ഫിക്സഡ് അസറ്റ് അടുത്ത വർഷത്തെ ഫിക്സഡ് അസറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പ്രപ്പോർഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് കമ്പാരിറ്റീവ് അനാലിസിസ്.
അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായി പറയാം, ഹൊറിസോണ്ടൽ അനാലിസിസ്. കാരണം 2 വർഷത്തെ അല്ലേ ഡാറ്റ തമ്മിൽ പറയണേ. മറ്റേത് ഒരേ വർഷത്തെ വെർട്ടിക്കലിയാണ് കമ്പയർ ചെയ്യണത്, ഇത് 2 വർഷത്തെ ഹൊറിസോണ്ടലിയാണ് കമ്പയർ ചെയ്യണത്. റൈറ്റ്? സോ ദാറ്റ് ഈസ് കമ്പാരിറ്റീവ് അനാലിസിസ്. ഇൻ ദ സെയിം വേ, ഇഫ് യു ആർ അനലൈസിങ് ദ മൂവ്മെൻറ്റ് ഓഫ് ഫണ്ട് മൂവ്മെൻറ്റ്, ക്യാഷും ഫണ്ടും ദർ ഇസ് സ്ലൈറ്റ് ഡിഫറൻസ്. ക്യാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മോണിറ്ററി ക്യാഷ് മൂവ്മെൻറ്റ് മാത്രമേ എടുക്കുള്ളൂ. ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്യാഷായിട്ടല്ലാത്ത എക്സ്പെൻസസ് ഒക്കെ കമ്പനി സംബന്ധിച്ചുണ്ടാവും. റൈറ്റ്? അപ്പോൾ അതുപോലെയുള്ള ഇപ്പോൾ ഡിവിഡൻഡ്, ഡിപ്രീസിയേഷൻ, ഇതൊക്കെ കൃത്യമായിട്ട് ക്യാഷ് ഫോമിൽ തന്നെ ആയിക്കൊള്ളുന്നില്ല. റൈറ്റ്? ഡിപ്രീസിയേഷൻ ഒന്നും ഒരു ക്യാഷ് ഫോമിലുള്ള എക്സ്പെൻസ് അല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ നോൺ ക്യാഷ് ഐറ്റംസും കമ്പനിക്ക് ഉണ്ടാവും. അതിനെയാണ് ഫണ്ട് എന്ന് പറയുക. അപ്പോൾ ഫണ്ടിൻ്റെ മൂവ്മെൻറ്റോ ക്യാഷിൻ്റെ മൂവ്മെൻറ്റോ ഒക്കെ ഇഫ് യു ആർ അനലൈസിങ് ഇറ്റ് ഈസ് നോൺ ആസ് ഫണ്ട് ഫ്ലോ അനാലിസിസ് ആൻഡ് ക്യാഷ് ഫ്ലോ അനാലിസിസ്. ഇത്രയാണ്. ആൻഡ് ഓൾസോ വൺ മോർ ചാപ്റ്റർ, ദാറ്റ് ഈസ് മാർജിനൽ കോസ്റ്റ് അനാലിസിസ്. ഇത്രയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിൽ നിങ്ങൾക്ക് ഇനി വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ മൊത്തം what are the techniques of management accounting? If a question is asked like this, the first category is how you are analyzing the financial statements. The following are the tools which you can use. That is, the company should have the final accounts ready, and based on the final accounts you are using different tools and techniques. What are those tools and techniques? One is ratio analysis, in which you will be finding out ratios between two data, whatever it may be. Right? Next is trend analysis. In trend analysis, you will be analyzing the data of more than 2 years. Now, in case of common size analysis, you will be taking data of a particular year and doing a vertical analysis. Comparative analysis, we are taking data of 2 years and comparing the data horizontally. Then fund flow means you are analyzing the movement of fund. Cash flow means you are analyzing the movement of cash. Now the next method in this category is costing tools. Now see what are the costing tools. ഈ costing tools എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 3 branches of accounting. there is financial accounting, management accounting and cost accounting. അപ്പോൾ അതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫൈനൽ അക്കൗണ്ട്സിൻ്റെ കാര്യവും അതിൻ്റെ ടൂൾസും നമ്മൾ പറഞ്ഞു. ഇനി പറയുന്നത് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിലുള്ള ഡാറ്റ അല്ലേ, ലൈക്ക് ഇഫ് യു ആർ പ്രിപ്പയറിങ് ദ കോസ്റ്റ് ഷീറ്റ്, ഇഫ് യു ആർ പ്രിപ്പയറിങ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതിലൊക്കെ വരുന്ന കോസ്റ്റ് ഡാറ്റേനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അനാലിസിസ് ആണ്. റൈറ്റ്? അതിൽ വരുന്ന വൺ ഈസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, ഇൻ വിച്ച് യു വിൽ ബി റെക്കോർഡിംഗ് ഓൺലി ദോസ് ഡാറ്റ വിച്ച് ഹാസ് ഓൾറെഡി ഇൻകേർഡ്. ഒരു കോസ്റ്റ് ഇൻകർ ചെയ്തതിന് ശേഷം മാത്രം റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. റെക്കോർഡിംഗ് ഓഫ് ആക്ച്വൽ കോസ്റ്റ് ആഫ്റ്റർ ദേ ആർ ഇൻകേർഡ്. റൈറ്റ്? എപ്പോഴാണോ ഒരു കോസ്റ്റ് സംഭവിക്കുന്നത്, ആ കോസ്റ്റ് സംഭവിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എഴുതുന്ന മെത്തേഡാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് യു വോണ്ട് ബി ക്രിയേറ്റിംഗ് എനി പ്രൊവിഷൻസ്. അവിടെ പ്രൊവിഷൻസിനോ റിസർവ്സിനൊന്നും സ്ഥാനമില്ല. ബിക്കോസ് യു ആർ നോട്ട് ലുക്കിംഗ് ഇൻ ടു ദ ഫ്യൂച്ചർ. നിങ്ങൾ നോക്കുന്നത് എന്ത് മാത്രമാണ്, നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ മാത്രം റെക്കോർഡ് ചെയ്യുന്ന മെത്തേഡാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. ബഡ്ജറ്ററി കൺട്രോൾ മീൻസ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. യു ആർ പ്രിപ്പയറിംഗ് എ ബഡ്ജറ്റ്. ഹിയർ ദ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ ആർ ആൻറ്റിസിപ്പേറ്റഡ് ഇൻ അഡ്വാൻസ്. എത്രയാണ് ഇത് നമുക്ക് അറിയുന്ന കാര്യം. നമ്മൾ ഫാമിലിയിൽ വരെ യു വിൽ പ്രിപ്പയർ ഫാമിലി ബഡ്ജറ്റ്, ഇസ്ന്റ് ഇറ്റ്? ഹൗസ് ഹോൾഡ് ബഡ്ജറ്റ്. നമുക്ക് ഒരു മാസം വീട്ടിൽ എത്ര ചിലവ് വേണം. ഇനിയിപ്പോൾ നിങ്ങളാണെങ്കിൽ നിങ്ങൾ ബസ്സിൽ വരണം, ബുക്സ് വാങ്ങണം. റൈറ്റ്? പിന്നെ അത്യാവശ്യം ബൈക്കിൽ പെട്രോൾ അടിക്കുക, മൊബൈൽ ടോപ്പപ്പ് ചെയ്യുക, പറഞ്ഞ കലാപരിപാടികളും വേണം. അപ്പോൾ ഇതിനൊക്കെ കൂടിയിട്ട് ഒരു മാസം നിങ്ങൾക്ക് എത്ര ചിലവ് വരും. അപ്പോൾ നിങ്ങളത് നേരത്തെ കൂട്ടി മനസ്സിലാക്കും, ഇസ്ന്റ് ഇറ്റ്? അതാണ് ബഡ്ജറ്റ്. യു വിൽ ബി ഫെമിലിയർ വിത്ത് ഇറ്റ്. അപ്പോൾ അതേപോലെ കമ്പനിയെ സംബന്ധിച്ച് ഇത്ര ചെറിയ എമൗണ്ട് അല്ല, ദ വിൽ ബി വെരി ബിഗ് എമൗണ്ട്. ആൻഡ് ഹെൻസ് കമ്പനി വിൽ പ്രിപ്പയർ ആൻ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ in advance, and whenever the actual expenses incur, this will be compared with the budget prepared. എന്നിട്ട് ബഡ്ജറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും, എന്തൊക്കെയാണ് ഡീവിയേഷൻ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യും. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇസ് ഓൾസോ സിമിലർ മെത്തേഡ് ഇൻ വിച്ച് ദർ വിൽ ബി എ പ്രീഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡ്.
അപ്പോൾ ഈ ബഡ്ജറ്റൊക്കെ പ്രിപ്പയർ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും. കുറച്ച് കാലം ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണേ. ഒരു കമ്പനിയെ സംബന്ധിച്ച്, നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് എല്ലാ വർഷവും നമുക്കൊരു 10 lakh rupees ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വരുന്നുണ്ട്. സോ നെക്സ്റ്റ് ഇയർ യു വിൽ ഫിക്സ് എ ടാർഗറ്റ് ദാറ്റ് യുവർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 10 lakh. കാരണം സാധാരണയ്ക്ക് 10 lakh ആണ് വരുന്നത്. അപ്പോൾ അവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും, അത് കൂടാതിരിക്കാൻ, റൈറ്റ്? അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് യു ക്യാൻ കോൾ ഇറ്റ് ആസ് ദി ഫിക്സിങ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഈ പ്രീ ഡിറ്റർമിൻ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തിട്ട് ആക്ച്വലി ഇസ് കമ്പയർഡ് വിത്ത് ദ സ്റ്റാൻഡേർഡ് ആൻഡ് ദ വേരിയൻസസ് ഐഡൻറ്റിഫൈഡ്. അപ്പോൾ 10 lakh ഫിക്സ് ചെയ്തില്ലേ, ഇനിയിപ്പോൾ ആക്ച്വലി വന്നപ്പോൾ സപ്പോസ് 10,50,000 ആയി, അപ്പോൾ 50,000 കൂടി. അതാണ് വേരിയൻസ്. ആ വേരിയൻസ് നമ്മൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. ആ മെത്തേഡിനെയാണ് യു ക്യാൻ കോൾ ഇറ്റ് ആസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. And the last is marginal costing. Marginal costing is you classify the cost. എല്ലാ കോസ്റ്റിനെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. One is fixed cost and the other one is variable cost. You know, fixed cost means whatever be the production of the company, the cost remains constant. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുക. വേരിയബിൾ കോസ്റ്റ് is the cost will move on according to the വേരിയബിൾ കോസ്റ്റ് മീൻസ് ദ കോസ്റ്റ് വിൽ മൂവ് ഓൺ അക്കോർഡിംഗ് ടു ദി പ്രൊഡക്ഷൻ. നിങ്ങളുടെ പ്രൊഡക്ഷൻ അനുസരിച്ച് കോസ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നതിനെയാണ് യു ക്യാൻ കോൾ ഇറ്റ് ആസ് ദി വേരിയബിൾ കോസ്റ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? റൈറ്റ്. സോ ദീസ് ആർ ദ കോസ്റ്റിംഗ് ടൂൾസ് ആൻഡ് ദ other one is the ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ടൂൾസ്. ഇതിപ്പോൾ അതിൻ്റെ ഒരു പോർഷനേ ആയിട്ടുള്ളൂ. ബാക്കി പോർഷൻ ഞാൻ I'll be taking in the next class. So in this class we have discussed about the introductory part of the tools and techniques of management accounting. രണ്ട് മേജർ കാറ്റഗറിയാണ് പറഞ്ഞത്. വൺ ഇസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾസും ദ സെക്കൻഡ് വൺ ഇസ് കോസ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസും. ഓക്കെ, താങ്ക് യു.